ഹായ് മക്കളെ, പലരും നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നിങ്ങൾക്ക് കൊടുക്കാവുന്ന അത്രയും സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടും അത് തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥയിലാണോ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതായത് ആളുകൾ നമ്മളെ ഇഗ്നോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. എന്തുകൊണ്ടാണ് ആളുകൾ നമ്മളെ ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചിലപ്പം അവർ ഭയങ്കര തിരക്കിലായതുകൊണ്ടായിരിക്കാം നമ്മളെ ഒഴിവാക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, അപ്പൊ അവർ ഭയങ്കര തിരക്കാണ്, ചിലപ്പോൾ മെസ്സേജ് കണ്ടു കാണൂല, അല്ലെങ്കിൽ നമ്മളൊരു കോൾ ചെയ്യുന്നു, അവർ തിരക്കിലായതുകൊണ്ട് ആ സമയത്ത് എടുക്കാൻ പറ്റി കാണത്തില്ല. അത് ഒരു സൈഡ്. ഇനി ചിലപ്പോ അവര് നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ടാവും. അതായത് ഒരു വിലയില്ലാതെ ആയിരിക്കും അവര് നമ്മളെ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രത്തോളം ആളുകളുടെ പിറകെ സ്നേഹത്തിനു വേണ്ടി കെഞ്ചുന്നുവോ നമ്മൾ അത്രത്തോളം വിലയില്ലാത്തവരായി തീരും. നമ്മൾ ഒരു മനുഷ്യനോടും സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. പലരും ആരെങ്കിലുമൊക്കെ ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അവരായിരുന്നു നമ്മുടെ എല്ലാം, അവരായിരുന്നു നമ്മുടെ സന്തോഷം, അവർ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് തീർന്നു. ചിലര് ജീവിതം പോലും മതിയാക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്തിനാ തകർക്കുന്നത്? നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒറ്റയ്ക്കല്ലേ വന്നത്, പോകുമ്പോഴും ഒറ്റയ്ക്കാ. ഇടയ്ക്ക് കാണുന്ന ഈ മനുഷ്യര് നമുക്കൊരു ചിലപ്പോൾ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഒക്കെ അവർ നമ്മുടെ ലൈഫിൽ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഫ്രീക്വൻസിക്ക് അവർ മാച്ച് അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പിറകെ നടന്ന് സ്നേഹത്തിന് വേണ്ടി കെഞ്ചുന്നത് ഒഴിവാക്കുക. ചിലപ്പോൾ കോള് വിളിച്ചിട്ടും അവരെടുക്കുന്നില്ലെങ്കിൽ, മെസ്സേജ് അയച്ചിട്ടും അവർ കണ്ടിട്ട് റിപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അവർ ബോധപൂർവം ഒഴിവാക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ പിന്നെ നമ്മൾ യാതൊരു കാരണവശാലും അവരുടെ പിറകെ പോകാതിരിക്കുക. ചിലരെന്ത് ചെയ്യും, വീണ്ടും 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 അവരുടെ പുറകെ ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി കെഞ്ചും, ഞാൻ എന്താ വിളിച്ചിട്ടെടുക്കാത്ത, ഞാൻ എന്താ, പിന്നെ ഇങ്ങനെ കോള് വിളിച്ചുകൊണ്ടിരിക്കും, അവരെടുക്കുന്നിടം വരെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ഇതൊക്കെ നമ്മുടെ വില കുറയ്ക്കാനായിട്ട് ഇടയാക്കും. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളിലേക്കാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിക്ക് എന്നെ വേണ്ട എന്നവർ വിചാരിക്കാം. അവര് വേണ്ടാന്ന് വിചാരിക്കുമ്പോ ഞാൻ അതിൽ വിഷമിക്കുകയല്ല ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് ആക്ച്വലി എന്നെ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് അവരെ എത്രയോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെ വേണ്ടാന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നഷ്ടം അവർക്കേ ഉള്ളൂ. കാര്യം എന്താ, നമ്മൾ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാ. നമ്മളെ നഷ്ടപ്പെടുത്തിയാൽ അവർക്ക് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തിയെ അവര് നഷ്ടപ്പെടുത്തി. നമുക്കെന്ത്, നമുക്കൊരു പ്രശ്നമില്ല, നമുക്കൊരു കുന്തമില്ല, നമുക്കൊരു ചുക്കുമില്ല. അവർ പോയാലും നമുക്കൊരു പ്രശ്നമേ ഇല്ലാന്ന് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് കൊടുക്കണം. നമ്മളിങ്ങനെ ആളുകളിൽ ഓവർ ഡിപ്പെൻഡന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അവരുടെ ആബ്സെൻസിൽ നമ്മൾ കരയും, വിഷമിക്കും. ചിലർ പറയാറുണ്ട്, കരഞ്ഞു കരഞ്ഞ് തലയണയൊക്കെ കുതിർന്നു. ഇങ്ങനെ ഓവർ ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കല്ലേ. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ അവർ അവഗണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് നമ്മളില്ലാതെ ജീവിക്കുന്നതായിരിക്കും സന്തോഷം. ലെറ്റ് ദം ഗോ, അവര് പോവട്ടെ. നമ്മൾ അവരിൽ ഡിപ്പെൻഡന്റ് ആയി നിൽക്കരുത്. നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക. നമ്മുടെ വളർച്ചയെ പറ്റി ചിന്തിക്കാം. എനിക്ക് വളരണം, എനിക്ക് വിജയിക്കണം, എനിക്ക് ഉയരണം. ഈ ഒഴിവാക്കിപ്പോയ വ്യക്തി നാളെ നിങ്ങളുടെ സക്സസ് കാണുമ്പോൾ എൻ്റെ അമ്മോ, ഞാനൊന്ന് ഒഴിവാക്കിപ്പോയ ആ വ്യക്തിയാണല്ലോ, അവരിന്ന് ഇത്രയും സക്സസ് ആയോ, ഇത്രയും വിജയിച്ചോ, അവര് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അല്ലെ. ശരിക്കും അവർക്കുള്ള മറുപടി അങ്ങനെയല്ലേ കൊടുക്കേണ്ടത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ലൈഫിൽ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്, ഞാൻ എൻ്റെ ആത്മാർത്ഥതയിൽ കൊണ്ടു നടന്ന എൻ്റെ ഫ്രണ്ട്, അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ വരുക, നമ്മൾ അവരുടെ വീട്ടിൽ പോയി എപ്പോഴും കൂട്ട് ഭയങ്കരത്. പക്ഷെ ഒരു സമയമൊക്കെ എത്തിയപ്പോഴത്തേക്ക് മനഃപൂർവ്വമായിട്ട് എന്നെ ഒഴിവാക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ കുറേയൊക്കെ ബെഗ് ചെയ്ത് പുറകെ പോയി. പിന്നെയൊക്കെ അവർക്ക് മെസ്സേജ് കണ്ടാൽ പോലും റിപ്ലൈ ഇല്ല. ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ചെറിയ കുട്ടികളാണ്, എനിക്ക് സമയമില്ല, എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു പോട്ടെ. ഇന്ന് നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോൾ മെല്ലതെ പുറകെ വരുന്നുണ്ട് മെസ്സേജ് അയച്ച്. എങ്ങനെ എന്നെ ഇഗ്നോർ ചെയ്തോ തിരിച്ചു ഞാൻ അതുപോലെ ഇഗ്നോർ ചെയ്തു. എന്തിന്? നമ്മളെ ഒഴിവാക്കി പോയിട്ട് നമ്മുടെ സക്സസ് കാണുമ്പോൾ തിരിച്ചു വരുന്ന അത്തരക്കാർ നമ്മളോട് ആത്മാർത്ഥത ഇല്ലാത്തവരാ.
ഈ ആത്മാർത്ഥത ഇല്ലാത്തവരെ നമുക്ക് എന്തിനാ? നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ ഏത് സിറ്റുവേഷനിലും നമ്മുടെ കൂടെ നിൽക്കും. ശരിയല്ലേ? ശരിയെന്ന് തോന്നുന്നവർ എസ് എന്ന് കമന്റ് ഇടൂ. ശരിയല്ലേ? നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്നവരെന്നും നമ്മളെ കൂടെ നിൽക്കും. അവരൊരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് പോകില്ല. നമ്മളോട് ആത്മാർത്ഥത ഇല്ലാത്ത മനുഷ്യരാണ് മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ അത്ര പോരാന്നൊക്കെ തോന്നി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരൊക്കെ പോട്ടെ. നമ്മൾ നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുക. നമ്മൾ നല്ലൊരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയായി മാറുക. നമ്മൾ ആ മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയായി മാറുമ്പോൾ ഉണ്ടല്ലോ, ആളുകൾ കാന്തം പോലെ നമ്മളിലേക്ക് വന്നു ചേരും. അപ്പൊ നമ്മൾ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, നമ്മളിൽ വർക്ക് ചെയ്ത് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങളെ ഈ വേണ്ട എന്ന് വെച്ച് പോയ ആൾക്കാരൊക്കെ നിങ്ങളുടെ പിറകെ വരും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പണ്ട് കൂടെ പഠിച്ചിരുന്ന സമയത്ത് നമ്മളെ മൈൻഡ് പോലും ചെയ്യാതെ നടന്നിരുന്ന ആൾക്കാരുണ്ട്. ഇന്ന് വിളിച്ചിട്ട് അവർക്ക് നമ്മുടെ പ്രസൻസ് വേണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്നവരുണ്ട്. ആത്മാർത്ഥത കൊണ്ട് വരുന്നവരുണ്ട്. അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കാര്യം കാണാൻ വേണ്ടി നമ്മളെടുത്ത് വരുന്നവരെ ഒഴിവാക്കുക. നമുക്ക് അനുയോജ്യരല്ലാത്ത വ്യക്തികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക തന്നെ വേണം. നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകണം. ആരെങ്കിലും നമ്മളെ നിരന്തരമായിട്ട് ഇഗ്നോർ ചെയ്താൽ നിങ്ങളുടെ എനർജി അവിടെ വേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ടുള്ള ആളുകൾ ഒരിക്കലും നമ്മളെ ഇഗ്നോർ ചെയ്യില്ല. ശരിയല്ലേ? അവർ നമ്മളെ വാല്യൂ ചെയ്യും, നമ്മളെ റെസ്പെക്ട് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നവരിൽ നിന്നും ജസ്റ്റ് വാക്ക് അവേ ഫ്രം ദം. നിങ്ങളുടെ ആബ്സെൻസിൽ അവര് നിങ്ങളുടെ വില മനസ്സിലാക്കും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുക. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അവരുടെ പുറകെ പോകാതിരിക്കുക. ഫോക്കസ് ഓൺ യുവർ ഗ്രോത്ത്. നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലേക്ക് ഫോക്കസ് കൊടുക്കുക. നിങ്ങളെ വാല്യൂ ചെയ്ത്, നിങ്ങളെ റെസ്പെക്ട് ചെയ്ത നല്ല ആളുകളുമായിട്ട് മാത്രം നിങ്ങൾ സഹകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയവരൊക്കെ പോയിക്കോട്ടെ. അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തി അവർ നഷ്ടപ്പെടുത്തി. നമുക്കെന്ത്? നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, അല്ലെ? നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു നല്ല വ്യക്തിയാണ് നമ്മൾ ഏറ്റവും വാല്യുബിൾ പേഴ്സണാണ്. അപ്പൊ നമുക്ക് നല്ലൊരു റെസ്പെക്ട് ഉണ്ടാകണം. നമ്മളെ സ്നേഹിക്കണം. നമ്മുടെ സെൽഫ് ലവ് വളർത്തിയെടുക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക മക്കളെ. ഒരാളിലും ഡിപ്പെൻഡന്റ് ആകരുത് നമ്മുടെ ഹാപ്പിനെസ്. റൈസ് ആൻഡ് ഷൈൻ. എപ്പോഴും നിങ്ങൾ നല്ല ആക്റ്റീവായിരുന്നു, നിങ്ങളിൽ വർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആകുക. പോയവരൊക്കെ പോട്ടെ, ആ സ്ഥാനത്ത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ എല്ലാ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടീച്ചർമ്മ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെ നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ടീച്ചർമ്മ തരുന്നതായിരിക്കും. ടീച്ചർമ്മ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ഇടുക, ഐ റെസ്പെക്ട് മൈസെൽഫ്. നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ റെസ്പെക്ട് മൈസെൽഫ് എന്ന് കമന്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ലവ് യു ഓൾ.